ഹായ് ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ കഴിഞ്ഞ ദിവസം നമ്മുടെ സപ്പോർട്ടർ ഇട്ട ഒരു കമന്റ് നമുക്ക് നോക്കാം. ദ റൂൾ ഓഫ് ആബ്സല്യൂട്ട് ലയബിലിറ്റി ക്ലാസ് ചെയ്യോ സർ, മൺഡേ പ്രസന്റേഷൻ ഉണ്ട്. അപ്പോൾ അതിനുള്ള പരിഹാരം നമുക്ക് കണ്ടെത്താം. ഇന്നത്തെ വീഡിയോ അതിനെപ്പറ്റിയാണ്. ലോ ഓഫ് ടോർട്സിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളിൽ ഒന്നാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റിയും ആബ്സല്യൂട്ട് ലയബിലിറ്റി. പ്രോബ്ലം ക്വസ്റ്റ്യൻസ് വരാം, എസ്എ ക്വസ്റ്റ്യൻസ് വരാം. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി ഇന്ന് നോക്കാം. സ്ട്രിക്റ്റ് ലയബിലിറ്റി വേഴ്സസ് ആബ്സല്യൂട്ട് ലയബിലിറ്റി. അപ്പോൾ ഈ വീഡിയോ തുടങ്ങുന്നതിന് മുന്നേ ഞാനൊരു കഥ പറയാം. ഓക്കെ, ഒരു ഉദാഹരണം, ഒരു എക്സാമ്പിൾ പറയാം. ആ എക്സാമ്പിൾ ബേസ് ചെയ്തായിരിക്കും ഈ ടോപ്പിക് ഞാൻ എടുക്കേണ്ടാവുക. അപ്പോൾ ഈ എക്സാമ്പിൾ ഇങ്ങനെയാണ്. എൻ്റെ വീട് ഒരു പക്ക റെസിഡൻഷ്യൽ ഏരിയയിലാണ്. ഓക്കെ, റെസിഡൻഷ്യൽ ഏരിയ എന്ന് പറയുമ്പോൾ അടുത്തടുത്ത് വീടുകളുണ്ട്. അപ്പം ഞാൻ എൻ്റെ പറമ്പിൽ വലിയൊരു ഹോള്, ഒരു കുഴി കുത്തി അതിൽ വെള്ളം നിറച്ചിട്ടു. ഓക്കെ, ഒരു റിസർവോയർ പോലെ ആക്കിയിട്ടു. അപ്പോൾ ഈ വെള്ളം നല്ല ഫുള്ളായിട്ട് നിറച്ചിട്ട അന്ന് രാത്രി നല്ല ഗംഭീര മഴ പെയ്തു. മഴ പെയ്ത് ഈ തടയണ പൊട്ടി, ഈ റിസർവോയർ പൊട്ടി. എൻ്റെ നെയ്ബറിൻ്റെ പറമ്പിലേക്ക് വെള്ളം പോയി. അവൻ്റെ കൃഷിയും അവൻ്റെ വീടിനൊക്കെ നാശം സംഭവിച്ചു. അപ്പോൾ അവൻ എനിക്കെതിരെ എന്ത് ചെയ്തു? ഒരു കേസ് കൊടുത്തു, ഒരു സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇവിടെ നെയ്ബർ പ്ലെയിൻറ്റിഫും ഞാൻ ഡിഫൻഡൻറ്റും. ഓക്കെ, അപ്പോൾ പ്ലെയിൻറ്റിഫായ നെയ്ബർ എനിക്കെതിരെ സ്യൂട്ട് കൊടുത്തു. അപ്പോൾ കോടതി എന്ത് ചെയ്തു? കോടതി പറഞ്ഞു ഐ എം ലയബിൾ. ഇവിടെ ഡിഫൻഡൻ്റ് ആയ ഞാൻ ലയബിൾ ആണ് ആസ് പെർ റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. ഓക്കെ, ഇനി എന്താണ് ഈ റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി? റൂൾ ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള നെഗ്ലിജൻസോ അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു കെയർലെസ്നെസ്സോ ഇല്ലെങ്കിലും ഒരാൾക്കൊരു നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കായി ലയബിൾ ആവും. ഇവിടെ ആ റിസർവോയർ പൊട്ടിപ്പോയത് എൻ്റെ ഫോൾട്ട് കൊണ്ടൊന്നും അല്ല. മഴ പെയ്തു, നിറഞ്ഞ് എന്ത് ചെയ്തു? പൊട്ടിപ്പോയതാണ്. സ്റ്റിൽ ഐ വിൽ ബി ലയബിൾ. അതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഞാൻ എന്താ ചെയ്തത്? ഇവിടെ എൻ്റെ പറമ്പിൽ എൻ്റെ ലാൻഡ് നോൺ നാച്ചുറലായി യൂസ് ചെയ്തു, ഇല്ലേ? സ്വാഭാവിക അല്ലാണ്ട് അതിനെ നോൺ നാച്ചുറലായിട്ട് യൂസ് ചെയ്തു. അവിടെ ഒരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ഞാൻ സ്റ്റോർ ചെയ്തു. വാട്ടർ എന്ന് പറയുന്നത് ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ആണ്. ഡേഞ്ചറസ് സബ്സ്റ്റൻസ് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് ചെയ്തിട്ട് ഞാൻ റിസർവോയർ ഉണ്ടാക്കി. ആ വെള്ളം എസ്കേപ്പും ചെയ്തു. അപ്പോൾ 3 എലമെന്റ്സ് ഇവിടെ സാറ്റിസ്ഫൈഡ് ആണ്. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യണമെങ്കിൽ 3 എലമെന്റ്സ് വേണം. നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ്, എന്താ പറയുക, എസ്കേപ്പ്, അതുപോലെ തന്നെ ഹസാർഡസ് സബ്സ്റ്റൻസ്. ഓക്കെ, വാട്ടർ. അപ്പോൾ എന്ത് ചെയ്തു? കോർട്ട് പറഞ്ഞു യു ആർ സ്ട്രിക്ട്ലി ലയബിൾ ആൻഡ് യു ഷുഡ് പേ ഡാമേജസ്. അപ്പം അതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഈ എക്സാമ്പിളിന്റെ സിമിലർ ആയിട്ടുള്ളൊരു കേസും നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് സ്ട്രിക്റ്റ് ലയബിലിറ്റി. വാട്ട് ഈസ് സ്ട്രിക്റ്റ് ലയബിലിറ്റി? നമ്മുടെ ഭാഗത്തുനിന്ന് കെയർലെസ്നെസ് ഇല്ലെങ്കിലും ചില സാഹചര്യങ്ങളിൽ നമ്മൾ ലയബിൾ ആണ്. ഓക്കെ, ഇനി നമുക്ക് സബ്ജക്റ്റിലേക്ക് നമുക്ക് വരാം. ഇനി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. സ്ട്രിക്റ്റ് ലയബിലിറ്റി ഈസ് എ ലീഗൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഹോൾഡ്സ് എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ കോൺസിക്വൻസ് ഓഫ് ദെയർ ആക്ഷൻസ് ദേ ഡിഡ്ന്റ് ഇന്റന്റ് ഹാം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം തന്നെ എനിക്കവിടെ എൻ്റെ നെയ്ബറിന് നഷ്ടം ഉണ്ടാകണമെന്നോ അവൻ്റെ കൃഷി നശിപ്പിക്കണമോ വീട് നശിപ്പിക്കണമെന്നോ യാതൊരുവിധ ഇന്റൻഷനും ഇല്ല. ഓക്കെ, എന്ത് ചെയ്തു? ഞാൻ വെള്ളം എൻ്റെ പറമ്പിൽ സ്റ്റോർ ചെയ്തു. ഓക്കെ, സ്റ്റിൽ ഐ വിൽ ബി ലയബിൾ. ദാറ്റ് ഈസ് സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സ്ട്രിക്റ്റ് ലയബിലിറ്റി ഇസ് എ ലീഗൽ പ്രിൻസിപ്പിൾ ദാറ്റ് ഹോൾഡ്സ് എ പേഴ്സൺ റെസ്പോൺസിബിൾ ഫോർ ദ കോൺസിക്വൻസ് ഓഫ് ദിയർ ആക്ഷൻസ് ഈവൻ ഇഫ് ദേ ഡിഡ്ന്റ് ഇന്റന്റ് ഹാം. നമ്മളൊരു ഉദ്ദേശം ഇല്ലെങ്കിലും എന്ത് ചെയ്യുക? വി വിൽ ബി ലയബിൾ. ഇനി സം എക്സാമ്പിൾസ് ഓഫ് സ്ട്രിക്റ്റ് ലയബിലിറ്റി നമുക്ക് നോക്കാം. ഒന്നാമത് പ്രൊഡക്റ്റ് ലയബിലിറ്റി. ഓക്കെ, ഇതാണ് ഞാൻ പറയാൻ പോകുന്ന 4 എക്സാമ്പിൾസാ പറയും. സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ത് അപ്ലൈ ചെയ്യുന്ന ഒരു 4 ഇൻസ്റ്റൻസസ്. ഓക്കെ, അതിൽ ആദ്യത്തെയാണ് പ്രൊഡക്റ്റ് ലയബിലിറ്റി. ഒരാൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി, ആ പ്രൊഡക്റ്റ് കൊണ്ട് അത് ഡിഫക്റ്റീവ് ആണ്, ആ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് കൊണ്ട് വേറൊരാൾക്ക് ഇഞ്ചുറി സംഭവിച്ചു. അപ്പൊ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ ആൾ എന്ത് ചെയ്യുക? ദാറ്റ് പേഴ്സൺ വിൽ ബി സ്ട്രിക്ട്ലി ലയബിൾ. കാരണം എന്ത് ചെയ്യുക? ആ പ്രൊഡക്റ്റ് കൊണ്ട് മറ്റൊരു പേഴ്സൺ ഇഞ്ചുറി ഉണ്ടാക്കാൻ എന്ത് ചെയ്യുന്നുള്ള ഉദ്ദേശമൊന്നുമില്ല, ബട്ട് അത് ഡിഫക്റ്റീവ് ആയതുകൊണ്ടും എന്താ അവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ത് ചെയ്യും? അപ്ലൈ ചെയ്യും. രണ്ടാമത്തെ എൻവയോൺമെന്റൽ ലോ. ഓക്കെ, സ്റ്റോറിംഗ് ഹസാർഡസ് കെമിക്കൽസ് ഓൺ എ പോപ്പുലേറ്റഡ് പ്രോപ്പർട്ടി കുഡ് റിസൾട്ട് ഇൻ സ്ട്രിക്റ്റ് ലയബിലിറ്റി. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, എൻ്റെ പറമ്പിൽ ഞാൻ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചു. ഹസാർഡസ് ആയ ഒരു സബ്സ്റ്റൻസ് ഞാൻ സ്റ്റോർ ചെയ്ത് വെച്ചു. അത് വെള്ളമാവാം, വേറെ എന്തെങ്കിലും കെമിക്കൽസും ആവാം. ഓക്കെ, പിന്നെ അതുപോലെ പ്രിമൈസസ് ലയബിലിറ്റി. ഒരു പ്രോപ്പർട്ടിയിൽ വലിയൊരു ഹോൾ ഡിഗ് ചെയ്തു. ഓക്കെ, അതുകൊണ്ട് വേറെ ആൾക്ക് എന്ത് ചെയ്തു? പ്രോപ്പർ പ്രിക്കോഷൻസ് എടുക്കാണ്ട് ആ ഹോൾ ഡിഗ് ചെയ്തു. അതുവഴി വേറെ ആൾക്ക് ഇഞ്ചുറി സംഭവിച്ചു കഴിഞ്ഞാൽ അവിടെ സ്ട്രിക്റ്റ് ലയബിലിറ്റി എന്ത് ഇമ്പോസ് ചെയ്യും. പിന്നെ ആനിമൽ അറ്റാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു എന്താ പറയുക മറ്റുള്ളവർക്ക് അപകടം ഉണ്ടാക്കുന്ന ഒരു ഒരു എന്താ പറയുക അനിമലിനെ പെറ്റാക്കി എടുക്കുക. അത് വെച്ചിട്ട് വേറൊരാൾക്ക് ഇഞ്ചുറി സംഭവിച്ചാൽ വി വിൽ ബി സ്ട്രിക്ട്ലി ലയബിൾ. അപ്പൊ ഇതാണ് സ്ട്രിക്ട് ലയബിലിറ്റി ഇമ്പോസ് ചെയ്യുന്ന ഒരു 4 ഇൻസ്റ്റൻസ്. അപ്പൊ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഓക്കെ, നമ്മൾക്ക് ഇന്റൻഷൻ ഇല്ലെങ്കിലും നമ്മൾ ചെയ്തൊരു ആക്ട് കൊണ്ട് വേറൊരാൾക്ക് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ വി വിൽ ബി ലയബിൾ. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ലയബിൾ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഈ സ്ട്രിക്ട് ലയബിലിറ്റി പറയുന്ന ഒരു പ്രിൻസിപ്പിള് ആദ്യമായിട്ട് കൊണ്ടുവന്ന കേസ് അല്ലെങ്കിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത കേസ് എന്ന് പറയുന്നത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ എന്ന് പറഞ്ഞൊരു ലാൻഡ്മാർക്ക് കേസിലാണ് ഈ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുന്നത്, കോടതി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ ആ കേസ് നമുക്ക് നോക്കാം. ഓക്കെ, ഇൻ റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ ദി ഡിഫൻഡന്റ്സ് എംപ്ലോയിഡ് ഇൻഡിപെൻഡന്റ് കോൺട്രാക്ടേഴ്സ് ടു കൺസ്ട്രക്ട് എ റിസർവോയർ ഇൻ ദെയർ ലാൻഡ്. ഇവിടെ എന്ത് ചെയ്തു, ഡിഫൻഡന്റ് കുറച്ച് കോൺട്രാക്ടർക്ക് എന്ത് ചെയ്തു, അവരുടെ ഭൂമിയിൽ ഒരു റിസർവോയർ തടയണ ഉണ്ടാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, അവരെ എംപ്ലോയ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കോൺട്രാക്ടേഴ്സ് ഈ തടയണ റിസർവോയർ ഉണ്ടാക്കാൻ വേണ്ടി എർത്ത് ഡിഗ് ചെയ്തപ്പോൾ അതിന്റെ അടിയിൽ ഡിസ്യൂസ്ഡ് മൈൻസ്, ഉപയോഗിക്കാത്ത മൈൻസ്, നമ്മുടെ ഗനികൾ, കൽക്കരി ഗനി പോലത്തെ ഗനികൾ കണ്ടു. ഓക്കെ, അപ്പൊ ഈ ഗനികൾ എന്ത് ചെയ്തു, ഈ ഹോൾസ് ഇവരെന്ത് ചെയ്തു, ഗനികൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ, ഇതിങ്ങനെ ടണൽ പോലെയാണ്. അപ്പൊ ഈ ടണൽ എന്ത് ചെയ്തു, അവർ പ്രോപ്പർലി സീൽ ചെയ്തില്ല, ക്ലോസ് ചെയ്തില്ല. ഇത് ക്ലോസ് ചെയ്യാണ്ട് ആ തടയണയിൽ എന്ത് ചെയ്തു, ആ റിസർവോയറിൽ വെള്ളം ഫില്ല് ചെയ്തു. വെള്ളം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് എന്ത് ചെയ്തു, അത് ഒലിച്ചു പോയി. തൊട്ടടുത്തുള്ള നെയ്ബറിന്റെ എന്ത് ചെയ്തു, ഇവിടെ എന്താ പറയാ ഡിഫൻഡന്റിന്റെ പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്തു, പ്ലെയിന്റിഫിന്റെ പ്രോപ്പർട്ടിക്ക് എന്ത് ചെയ്തു, നഷ്ടം സംഭവിച്ചു. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ പ്ലെയിന്റിഫ് ഡിഫൻഡന്റിനെതിരെ സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തു. സ്യൂട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ കോടതി എന്താ പറഞ്ഞത്, കോടതി ആദ്യമായിട്ട് ഈ കേസിൽ എന്ത് ചെയ്തു, സ്ട്രിക്ട് ലയബിലിറ്റി എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. കോടതി പറഞ്ഞു that person, that defendant is liable for the losses caused to the plaintiff. Okay, അപ്പോൾ കോടതി എന്താ പറഞ്ഞത്, court established what became known as the rule in Lyran's versus. ഈ കേസിലാണ് കോടതി സ്ട്രിക്ട് ലയബിലിറ്റി എന്നൊരു റൂള് എന്ത് ചെയ്തു, എസ്റ്റാബ്ലിഷ് ചെയ്തു. എ പേഴ്സൺ who brings into their land and collects and keeps anything which likely to do mischief if it escapes must keep it at their peril. ഒരാളുടെ ഭൂമിയിൽ ഒരു സാധനം സ്റ്റോർ ചെയ്ത് വെച്ചു. ആ സ്റ്റോർ ചെയ്ത സാധനം അവിടുന്ന് എസ്കേപ്പ് ചെയ്താൽ വേറൊരാൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ ആ സാധനം എസ്കേപ്പ് ചെയ്തുണ്ടായ നഷ്ടങ്ങൾ എന്ത് ചെയ്യണം, ഇയാൾ വഹിക്കണം. ഓക്കെ, ഇയാൾ വഹിക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ തന്നെ, ഞാൻ വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചു, ആ വെള്ളം എസ്കേപ്പ് ചെയ്തു, എന്നെ നെയ്ബർ നഷ്ടം ഉണ്ടായാൽ എന്ത് ചെയ്യുന്നുണ്ട്, ഐ വിൽ ബി ലയബിൾ. ഓക്കെ, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ദിസ് റൂളിംഗ് എഫക്റ്റീവ്ലി എസ്റ്റാബ്ലിഷ്ഡ് എ പ്രിൻസിപ്പിൾ ഓഫ് സ്ട്രിക്ട് ലയബിലിറ്റി for certain activities. Okay, strict liability means that a party can be held liable for the damages regardless of their fault or intent. Okay, അപ്പൊ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, ഒന്നുകൂടെ ഞാൻ പറയാം. സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് ഒരു തരത്തിലുള്ള ഇന്റൻഷൻ ഇല്ലെങ്കിലും നമ്മൾ ചെയ്ത ഒരു ആക്ടിവിറ്റി കൊണ്ട് വേറൊരാൾക്ക് നഷ്ടം സംഭവിക്കുന്നുണ്ടെങ്കിൽ വി വിൽ ബി സ്ട്രിക്ട്ലി ലയബിൾ. വി വിൽ ബി ലയബിൾ ഫോർ ദാറ്റ് ആക്ഷൻസ്. ഓക്കെ, ഇനി സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യണമെങ്കിൽ 3 പ്രധാനപ്പെട്ട എസെൻഷ്യൽസ് ആണ് വേണ്ടത്. ഒന്നാമത് ഡേഞ്ചറസ് സബ്സ്റ്റൻസ്. നമ്മൾ നമ്മുടെ ലാൻഡിൽ ഒരു ഡേഞ്ചറസ് സബ്സ്റ്റൻസ് നമ്മൾ എന്ത് സ്റ്റോർ ചെയ്തിരിക്കണം. ഓക്കെ, ദ ഡിഫൻഡന്റ് വിൽ ബി ഹെൽഡ് ലയബിൾ ഓൺലി ഇഫ് എ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എസ്കേപ്പ് ഫ്രം ഹിസ് പർപ്പസസ്. ആ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് ഇത് കെമിക്കൽസ് ആവാം, അതിപ്പോൾ വാട്ടർ ആവാം, എന്ത് വേണമെങ്കിലും ആവാം. പിന്നെ എസ്കേപ്പ് ചെയ്തിരിക്കണം. ആ ഡേഞ്ചറസ് സബ്സ്റ്റൻസ് എസ്കേപ്പ് ചെയ്ത് പോയി മറ്റുള്ളവർക്ക് നഷ്ടം ഉണ്ടായിരിക്കണം. മൂന്നാമത്തെ എസെൻഷ്യൽ എന്താ, നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ്. ഒരു ലാൻഡ് അതിന്റെ നോർമൽ പർപ്പസിലാണ്ട് നോൺ നാച്ചുറൽ ആയിട്ട് യൂസ് ചെയ്യാം. നോൺ നാച്ചുറൽ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഭൂമി ഡിഗ് ചെയ്ത് എന്ത് ചെയ്യുക, വെള്ളം സ്റ്റോർ ചെയ്ത് വെക്കുക. അത് നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇതാണ് 3 എസെൻഷ്യൽ. ഈ 3 എസെൻഷ്യൽസ് ഉണ്ടെങ്കിൽ മാത്രമാണ് സ്ട്രിക്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യുള്ളൂ. ഇനി ഈ സ്ട്രിക്ട് ലയബിലിറ്റിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്, ഇപ്പോൾ എനിക്കെതിരെ സ്ട്രിക്ട് ലയബിലിറ്റി ഇമ്പോസ് ചെയ്താൽ എനിക്ക് കുറച്ച് എക്സെപ്ഷൻസ്, എക്സ്ക്യൂസ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻസ് വെക്കാൻ പറ്റും. ഓക്കെ, ആ ജസ്റ്റിഫിക്കേഷൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത് പ്ലെയിന്റിഫ്സ് ഫോൾട്ട്. അവിടെ ഉണ്ടായ ഡാമേജ് പ്ലെയിന്റിഫിന്റെ ഫോൾട്ട് കൊണ്ടാണെങ്കിൽ അവിടെ ഡിഫൻഡന്റ് ലയബിൾ ആവില്ല. ഓക്കെ, അവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞ ഉദാഹരണം വെച്ച് തന്നെ പറയാം. ഇവിടെ ആ തടയണ പൊട്ടാൻ, റിസർവോയർ പൊട്ടാൻ കാരണം എൻ്റെ അയൽക്കാരനാണെങ്കിൽ ഓക്കെ, അവിടെ ഞാൻ ലയബിൾ ആവില്ല. ഓക്കെ, ബിക്കോസ് ഇറ്റ് വാസ് പ്ലെയിന്റിഫ്സ് ഫോൾട്ട്. ഇനി അടുത്തത് ആക്ട് ഓഫ് ഗോഡ്. ആക്ട് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞാൽ എന്താ, എൻ ഈവന്റ് വിച്ച് ഈസ് ബിയോണ്ട് ദ കൺട്രോൾ ഓഫ് എനി ഹ്യൂമൻ ഏജൻസി. ആക്ട് ഓഫ് ഗോഡ് എക്സാമ്പിൾ ഞാൻ പറയാം. ഞാൻ ആ തടയണയിൽ
എൻ്റെ പറമ്പിലെ തടയണയിൽ റിസർവോയറിൽ ഞാൻ വെള്ളം നിറച്ചു വെച്ചു, മഴ പെയ്തു, അത് അനിയന്ത്രിതമായ അസ്വാഭാവികമല്ല, അത് എക്സസ് ആയിട്ട് റെയിൻഫോൾ ഉണ്ടായി, അത് എൻ്റെ പ്രശ്നമല്ല, ഇറ്റ് ഇസ് എൻ ആക്ട് ഓഫ് ഗോഡ്. അത് എൻ്റെ കൺട്രോളിലുള്ള കാര്യമല്ല, എനിക്ക് റെയിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലല്ലോ. സോ ഇറ്റ് ഇസ് എൻ ആക്ട് ഓഫ് ഗോഡ്. അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? എൻ്റെ കേസിൽ ഞാൻ ഉണ്ടായ നഷ്ടത്തിൽ എനിക്ക് വേണമെങ്കിൽ ഈ ഒരു എക്സെപ്ഷൻ ഡിഫൻസ് ആയിട്ട് പറയാം, അല്ലെങ്കിൽ ഇത് എനിക്കൊരു എക്സെപ്ഷൻ ആയിട്ട് പറയാൻ പറ്റും. എന്നിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ലയബിലിറ്റിയിൽ നിന്ന് ഊരാൻ പറ്റും എനിക്ക്. അടുത്തതെന്ന് പറയുന്നത് ആക്ട് ഓഫ് തേർഡ് പാർട്ടി. തേർഡ് പാർട്ടിയുടെ ഒരു ആക്ഷൻ കൊണ്ടാണ് നഷ്ടങ്ങൾ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നത്? സ്ട്രിക്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ അപ്ലൈ ചെയ്യില്ല. പിന്നെ കൺസെന്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ്. കൺസെന്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലെയിൻറ്റിഫിന്റെയും കൂടെ കൺസെന്റോടെയാണ് അവിടെ എന്ത് ചെയ്യുന്ന ഒരു പ്രശ്നം ഉണ്ടായെങ്കിൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഡിഫൻഡന്റ് ലയബിൾ ആവില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ വെച്ച് തന്നെ പറയാം. ഈ തടയണയിൽ നിന്ന് എൻ്റെ പറമ്പിലെ റിസർവോയറിൽ നിന്ന് ഇവിടെ പ്ലെയിൻറ്റിഫും വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ, അവന്റെ വീട്ടാവശ്യത്തിന് വേണ്ടി വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യില്ല? ഐ വോണ്ട് ബി ലയബിൾ ബിക്കോസ് ഇറ്റ് വാസ് ഓൺ ദ കൺസെന്റ് ഓഫ് ദ പ്ലെയിൻറ്റിഫ്. അവനറിയാം ഈ തടയണ പൊട്ടിക്കഴിഞ്ഞാൽ അവന് നഷ്ടങ്ങൾ ഉണ്ടാകുന്നു. സോ വോളണ്ടറി നോൺ ഫിറ്റ് ഇൻജുറി പ്രിൻസിപ്പിൾ അവിടെ അപ്ലൈ ചെയ്യും. ഓക്കെ, സോ ദാറ്റ് ഈസ് സ്ട്രിക്ട് ലയബിലിറ്റി. ഇനി നമുക്ക് ആബ്സല്യൂട്ട് ലയബിലിറ്റിയിലേക്ക് പോവാം. ആബ്സല്യൂട്ട് ലയബിലിറ്റിയിലേക്ക് നമുക്ക് പോവാം. ഈ സ്ട്രിക്ട് ലയബിലിറ്റിയും ആബ്സല്യൂട്ട് ലയബിലിറ്റിയും മനസ്സിലാക്കാൻ ഞാൻ എന്റെ എക്സാമ്പിൾ വെച്ച് തന്നെ ഞാൻ പറയാം. ഓക്കെ, അപ്പൊ ആദ്യത്തെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞു, എന്റെ പറമ്പിൽ ഞാനൊരു വെള്ളം റിസർവോയർ ഉണ്ടാക്കി വെള്ളം സ്റ്റോർ ചെയ്ത് വെച്ചു. എന്ത് ചെയ്തു? അത് എസ്കേപ്പ് ചെയ്തു, എന്റെ നെയ്ബറിന് നഷ്ടമുണ്ടായി, അവൻ എനിക്കെതിരെ സ്യൂട്ട് കൊടുത്തു, കോടതി സ്ട്രിക്ട് ലയബിലിറ്റി ഇമ്പോസ് ചെയ്തു. പക്ഷെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവിടെ കുറച്ച് എക്സെപ്ഷൻസ് പറയാം. അവിടെ എനിക്ക് എന്ത് ചെയ്യാം? ആക്ട് ഓഫ് ഗോഡ് എക്സെപ്ഷൻ ആയിട്ട് പറഞ്ഞൂടെ? കാരണം മഴയുണ്ടായി, മഴ എന്ന് പറയുന്നത് എന്റെ കൺട്രോളിലല്ല. സോ ആക്ട് ഓഫ് ഗോഡ് ഒരു എക്സെപ്ഷൻ ആയി പറഞ്ഞ് എനിക്ക് ആ ലയബിലിറ്റിയിൽ നിന്ന് തടി ഊരാം, എനിക്ക് ആ ലയബിലിറ്റിയിൽ നിന്ന് എനിക്ക് ഒഴിവാകാൻ പറ്റും. ബട്ട് ഇൻ ആബ്സല്യൂട്ട് ലയബിലിറ്റി അങ്ങനെ ഒരു സംഭവമില്ല. നമുക്ക് ഒരു എക്സെപ്ഷനും പറയാൻ പറ്റില്ല. അബ്സല്യൂട്ട്ലി ലയബിൾ ആണ്. ഓക്കെ, അതാണ് ഇവിടെ ഇക്വേഷൻ ഞാൻ എഴുതിയിരിക്കുന്നത്. ആബ്സല്യൂട്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രിക്ട് ലയബിലിറ്റി മൈനസ് എക്സെപ്ഷൻസ്. അബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ യാതൊരുവിധ എക്സെപ്ഷനും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പോ എന്റെ കേസിൽ കോടതി അബ്സല്യൂട്ട് ലയബിലിറ്റി ആണ് പറഞ്ഞെങ്കിൽ എനിക്ക് അവിടെ പോയിട്ട് കോടതിയോട് പറയും ആക്ട് ഓഫ് ഗോഡ് എന്ന് പറയാൻ പറ്റില്ല. സോ വാട്ട് ഈസ് ആബ്സല്യൂട്ട് ലയബിലിറ്റി? സ്ട്രിക്ട് ലയബിലിറ്റി മൈനസ് എക്സെപ്ഷൻ. യു വിൽ ബി ആബ്സല്യൂട്ട്ലി ലയബിൾ. ഒരു തരത്തിലുള്ള എക്സെപ്ഷൻസ് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതാണ് ആബ്സല്യൂട്ട് ലയബിലിറ്റി. ഈ ആബ്സല്യൂട്ട് ലയബിലിറ്റി ഇവോൾവ് ചെയ്ത അല്ലെങ്കിൽ ആബ്സല്യൂട്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ ഇവോൾവ് ചെയ്ത കേസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഞാൻ പറഞ്ഞു സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് റൈലാൻഡ് വേഴ്സസ് ഫ്ലെച്ചർ കേസിൽ. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ലയബിലിറ്റി എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ കോടതി അല്ലെങ്കിൽ സുപ്രീം കോടതി എസ്റ്റാബ്ലിഷ് ചെയ്ത് MC മേത്ത വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസിലാണ്. ഈ കേസിന് വേറെയും വിളിക്കും ഒളിയം ഗ്യാസ് ലീക്ക് കേസ് എന്ന് വിളിക്കും. പിന്നെ അതുപോലെ ശ്രീറാം ഇൻഡസ്ട്രീസ് കേസ് എന്നൊക്കെ വിളിക്കും. ഒന്നുമില്ല, ഡൽഹിയിലെ ഒരു ഇൻഡസ്ട്രിയിൽ ഓക്കെ ശ്രീറാം ഇൻഡസ്ട്രീസ് എന്ത് ചെയ്തു? ഒളിയം ഗ്യാസ് ലീക്ക് ചെയ്തു. അത് ലീക്ക് ചെയ്ത് ഒരാൾ മരിക്കുകയോ പിന്നെ കുറച്ച് നഷ്ടങ്ങളും ഉണ്ടായി. അപ്പൊ എന്ത് ചെയ്തു? കോടതി എന്ത് ചെയ്തു? അവിടെ സ്ട്രിക്ട് ലയബിലിറ്റി പ്രിൻസിപ്പിൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. ഒരു തരത്തിലുള്ള എക്സെപ്ഷനോ എക്സ്ക്യൂസോ പറയാൻ പറ്റില്ല. യു വിൽ ബി സ്ട്രിക്ട്ലി ലയബിൾ ഫോർ ഓൾ ദ ഡാമേജസ് കോസ്റ്റ്. സോ ദാറ്റ് ഈസ് ആബ്സല്യൂട്ട് ലയബിലിറ്റി. ഓർത്ത് വെക്കുക. അപ്പൊ അതാണ് സ്ട്രിക്ട് ലയബിലിറ്റിയും ആബ്സല്യൂട്ട് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. ഓക്കെ, ഇതിന്റെ കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. ഓക്കെ, കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ്. അതായത് സ്ട്രിക്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് അയാളുടെ നെഗ്ലിജൻസോടെ അല്ലെങ്കിൽ അയാളുടെ കെയർലെസ്നെസ്സും കൂടെ ഇല്ലാതെ സംഭവിച്ച ഒരു ആക്ട് ആയാലും അത് എന്ത് ചെയ്യും? ദാറ്റ് പേഴ്സൺ വിൽ ബി സ്ട്രിക്ട്ലി ലയബിൾ. ഓക്കെ, അതിന് ഒരു എസെൻഷ്യൽസിന്റെ 3 എസെൻഷ്യൽസ് നമ്മൾ പറഞ്ഞു. ഓക്കെ, നോൺ നാച്ചുറൽ യൂസ് ഓഫ് ലാൻഡ്, എസ്കേപ്പ്, അതുപോലെ തന്നെ ഹസാർഡ സബ്സ്റ്റൻസ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ സ്ട്രിക്ട് ലയബിലിറ്റി നമുക്ക് വേണമെങ്കിൽ കുറച്ച് എക്സെപ്ഷൻസ്, എക്സ്ക്യൂസ് അല്ലെങ്കിൽ ജസ്റ്റിഫിക്കേഷൻ നമുക്ക് പറയാൻ പറ്റും, ആക്ട് ഓഫ് ഗോഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ഇൻ ആബ്സല്യൂട്ട് ലയബിലിറ്റി യു വിൽ ബി ആബ്സല്യൂട്ട്ലി ബി ലയബിൾ. ഒരു തരത്തിലുള്ള എക്സെപ്ഷൻസും പറയാം. അപ്പൊ ആ ഇക്വേഷൻ ഓർത്ത് വെച്ചാൽ മതി. ഒറ്റ ഇക്വേഷൻ കൊണ്ട് ഈ ടോപ്പിക് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കാം. ആബ്സല്യൂട്ട് ലയബിലിറ്റി ഈസ് ഈക്വൽ ടു സ്ട്രിക്ട് ലയബിലിറ്റി മൈനസ് എക്സെപ്ഷൻ. അപ്പൊ ഇതാണ് ഈ സ്ട്രിക്ട് ലയബിലിറ്റിയും ആബ്സല്യൂട്ട് ലയബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അപ്പൊ എല്ലാവരും കൃത്യമായിട്ട് ഇത് പഠിച്ചു വെക്കുക. പ്രോബ്ലം ക്വസ്റ്റനും അതുപോലെ തന്നെ essay ക്വസ്റ്റൻ ഒക്കെ വരുന്നൊരു ഭാഗമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ഏതാണ്ട് ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് കൺവേ ചെയ്യാനുള്ളത്. നമ്മുടെ കണ്ടന്റ്സ് ഒക്കെ ഹെൽപ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. നമ്മൾ ഇനിയും കൂടുതൽ ക്ലാസ് വീഡിയോസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത്. അപ്പോൾ കണ്ടന്റ് ഹെൽപ്ഫുൾ ആയി ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.